ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം തുടങ്ങിയ കാലം മുതൽ ജൂതന്മാരെ ശപിച്ചും വഴിപിഴപ്പിച്ചും ഒതുക്കിയും അള്ളാഹും അവൻ്റെ മലക്കുകളും നബിമാരും എല്ലാവരും പണ്ടാരമടക്കിയിട്ടും ജൂതന്മാർ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ലോകത്തുള്ള ഏതൊരു മനുഷ്യരെക്കാളും രാജ്യത്തെക്കാളും വിഭാഗത്തെക്കാളും മതവിഭാഗത്തെക്കാളും ബുദ്ധിയിലും കഴിവിലും മികവിലും സംസ്കാരത്തിലും ഉയർന്ന മൂല്യബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ജൂതന്മാർക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കണം, തകർക്കണം എന്നുള്ള ചിന്തയല്ല ജൂതന്മാരെ മുന്നോട്ട് നയിക്കുന്നത്. ലോകത്തിന് ഉപകാരപ്രദമായി എങ്ങനെ മുന്നോട്ട് പോകാം. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് ലോകത്തുള്ള സകലമാന മനുഷ്യനും ഉപകാരപ്രദമാകണം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാറില്ലേ? അതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമല്ലേ? ഇറാനികൾക്കും ഉപകാരപ്രദമല്ലേ? ഹമാസികൾക്കും ഉപകാരപ്രദമല്ലേ? വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നു. ജൂതനെ തെറി പറയുന്നതിന് വേണ്ടി മാത്രം ഈ മീഡിയ തന്നെ ഉപയോഗിക്കുന്നു. ഹമാസിന്റെ തലവൻ ഇറാനിൽ നുഴഞ്ഞു കയറി അയാളെ വധിച്ച ഇസ്രയേലിന്റെ അത്യപൂർവമായ പദ്ധതികൾ ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ്. ഹമാസിന്റെ തലവൻ എത്ര ജാഗ്രതയോടുകൂടിയാണ് ഭൂമിക്കടിയിൽ അറകൾക്കകത്തറകൾ ഉണ്ടാക്കി ഒരുപാട് കിങ്കരന്മാരുമായി സാങ്കേതിക വിദ്യയിൽ ഒരുപാട് നൈപുണ്യം നേടിയ ആളുകളെ കൊണ്ടുവന്ന് റൂമുകൾ മുഴുവനും പരിശോധിച്ച് അദ്ദേഹം സേഫാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഹമാസിന്റെ തലവനെ ഇറാന്റെ അകത്ത് താമസിക്കാൻ കൊമേനി തയ്യാറായത് തന്നെ. പക്ഷേ ഒരു ആക്ഷൻ സിനിമയെ പോലും വെല്ലുന്ന വിധമായിരുന്നു ഇസ്രായേൽ ഏജന്റുമാർ അതിനകത്ത് സൂക്ഷ്മമായ ഒരു പദ്ധതി നടപ്പാക്കിയത്. അതും ഞെട്ടിത്തരിക്കുന്ന പദ്ധതി. ഇസ്മായിൽ ഹനിയ താമസിച്ച ഹോട്ടൽ മുറിയിൽ ഹോട്ടൽ പരിചാരകരും തൂപ്പുകാരുമായി നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ഏജന്റുമാർ മുറിയിലെ ടിവിക്ക് പുറകിൽ IED ടൈമർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നത്രേ. എന്നാൽ ബോംബ് സ്ഥാപിച്ച ശേഷം ഇസ്മായിൽ ഹനിയ മുറിയിലെത്തിയപ്പോൾ ആ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല. AC കേടായത് ഓപ്പറേഷനെ പരാജയപ്പെടുത്തും എന്ന് ഇസ്രായേൽ ഏജന്റുമാർ ഭയന്നു. AC കേടായതോടെ ഇസ്മായിൽ ഹനിയയെ ഹോട്ടലിലെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ഇതോടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു എന്ന് ഇസ്രായേൽ ഏജന്റുമാർ കരുതി. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ AC ശരിയാക്കിയതോടെ ഇസ്മായിൽ ഹനിയ മുറിയിൽ തിരിച്ചെത്തി. അതോടുകൂടി പദ്ധതികൾ എല്ലാം കൃത്യമായി നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ആസൂത്രണം ചെയ്ത ട്രാക്കിലൂടെ പോകാൻ തുടങ്ങി എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ടെഹ്റാനിലെത്തിയ ഇസ്മായിൽ ഹനിയയെ കൊല്ലാനായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ പദ്ധതി. ആ സമയം മുതൽ ഇസ്മായിൽ ഹനിയയുടെ കൊലയാളികൾ ഇസ്മായിൽ ഹനിയയ്ക്ക് സമീപത്ത് നിഴല് പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇസ്രായേലി ചാരന്മാരെന്ന രൂപത്തിലായിരുന്നില്ല, ജൂതന്മാർ എന്ന രൂപത്തിലായിരുന്നില്ല, ഇസ്മായിൽ ഹനിയയുടെ കൊലയാളികൾ എന്ന രൂപത്തിലായിരുന്നില്ല, ഇസ്മായിൽ ഹനിയയുടെ വിശ്വസ്ത സേവകർ എന്ന നിലയിലായിരുന്നു. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ വെച്ച് കൊലപ്പെടുത്തിയാൽ അത് ഇറാനു വലിയ നാണക്കേടാകും. തന്നെയുമല്ല, ഇറാനിലെ ജനങ്ങളെയും വൈകാരികമായി അത് ബാധിക്കും എന്ന് ജൂതന്മാർ മനസ്സിലാക്കി. ഇറാനെ അത്രമാത്രം ലോകത്തിന് മുന്നിൽ അപമാനിക്കേണ്ട സമയമായിട്ടില്ല എന്നും കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾ അലങ്കോലമാക്കരുത്, ശവത്തോട് പോലും ബഹുമാനം വേണമെന്നും ജൂതന്മാർ അന്ന് നിർബന്ധം പിടിച്ചു. നെതന്യാഹുവിനെ അതിനെ സംബന്ധിച്ച് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു, ഒരു ശവസംസ്കാര ചടങ്ങല്ലേ, നമ്മളായി നൽകിയ ഇറാന്റെ പരമോന്നത നേതാവിന്റെ മയ്യത്ത് സംസ്കരണം. ഹെലികോപ്റ്ററിൽ കയറി സേഫാണ് എന്ന് കരുതി യാത്ര ചെയ്ത ഇബ്രാഹിം റൈസി പേജറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതാ.
എടുക്കാൻ നോക്കിയപ്പോൾ ലെബനൻകാർക്ക് ഇസ്രായേലിന് കൊടുത്ത പേജറിൽ ഒന്നായിരുന്നു. പൊട്ടിത്തെറിച്ച് കാക്കച്ചരിഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ഹമാസ് ഭീകരരൊക്കെ എത്തി. അതുകൊണ്ട് ഒരിക്കലും ആ ചടങ്ങ് അലങ്കോലമാകരുത്. നമ്മളായി കൊമേനിക്കും കൂട്ടർക്കും സന്തോഷിക്കാൻ, സമാധാനത്തോടുകൂടി അള്ളാഹുവിനോട് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഒരുക്കിയിട്ട് നമ്മളായിട്ട് തന്നെ അത് അലങ്കോലപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നെതന്യാഹുവിന് ചിന്തിക്കേണ്ടി വന്നില്ല. വേണ്ട. തന്നെയുമല്ല, അത്തരം ഒരു ഓപ്പറേഷൻ ആ സാഹചര്യത്തിൽ ഉണ്ടായാൽ സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിക്കും. അതോടെ അന്ന് ഇസ്മായിൽ ഹനിയയെ കൊല്ലാനുള്ള പദ്ധതി ഇസ്രായേൽ ഉപേക്ഷിച്ചു. അന്ന് വേണമെങ്കിൽ ഹനിയയെ പുഷ്പം പോലെ കൊല്ലാമായിരുന്നു. കാരണം ഇടതും വലതും നിന്നിരുന്നത് ഇസ്രായേലിന്റെ ചാരന്മാരായിരുന്നു. വേണ്ട എന്ന് തീരുമാനിച്ചു. തന്നെയുമല്ല, ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് തന്നെ ഇറാൻ അങ്ങ് വിചാരിച്ചോട്ടെ. കുറച്ച് കഴിഞ്ഞ് സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴേക്കും നമ്മുടെ എതിരാളികളെ ഏകദേശം നമ്മൾ തീർത്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് തൽക്കാലം നെതന്യാഹു തന്റെ സൈനികരെ സമാധാനപ്പെടുത്തി. ഈ വർഷം ആദ്യത്തിലാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് മുൻ ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് താങ്കളാണ് എന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് വന്നത്. യമനിലെ ഹൂതി വിമതരുടെ തലയെടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഹൂതികൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തും. അവരുടെ നേതൃത്വത്തിന്റെ എല്ലാം തല ഞങ്ങൾ ഉടലും തലയും വേറെയാക്കി മാറ്റിവെക്കും. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഹസൻ നസറുള്ള എന്നിവരെ ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ഹൊദൈദയിലും സനയിലും അതുപോലെ ചെയ്യും എന്ന് കാറ്റ്സ് പറഞ്ഞതായിരുന്നു. അതാണ് ഏറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ഇറാൻ ഏറെ പണിപ്പെട്ടത്. ഹമാസ് തലവന്മാരിൽ ഓരോരുത്തരെയായി എടുത്ത് ഹമാസ് എന്ന സംഘത്തെ തന്നെ, സായുധ സംഘത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ഇറാന്റെ ചിറകുകൾ ഒന്നൊന്നായി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ വധിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വരുമ്പോൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും അടക്കം ഞെട്ടിത്തെരിച്ചു. കാരണം അപ്പോഴേക്കും അവരുടെ നേതാക്കളും ഇല്ലാതായിരുന്നു. ഹനിയ കൊല്ലപ്പെട്ടത് 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുന്നത് പോലും. ഇതോടെ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമെല്ലാം എന്ത് ചെയ്യും എന്നതാണ് ആഗോള ചർച്ച. തിരിച്ചടിക്കുമോ എന്ന ചോദ്യം അന്നും പ്രസക്തമായിരുന്നു. എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനു മുന്നിൽ ഇറാൻ അടക്കം കീഴടങ്ങാനാണ് ശ്രമിച്ചത്. തീവ്രവാദത്തിനെതിരെ രണ്ടും കൽപ്പിച്ച നിലപാടുകൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഏറ്റെടുക്കലിലൂടെ ഇസ്രായേൽ നൽകുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1000-ലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അന്ന് ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെ വധിച്ചതും സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതും എല്ലാം തങ്ങളാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. യമനിലെ ഹൂതി വിമതരുടെ നേതാക്കളെ കാത്തിരിക്കുന്നതും ഇതേ വിധി തന്നെയായിരിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഖത്തറിൽ താമസിക്കുകയായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി. ഇറാൻ സൈന്യത്തിന്റെ അതീവ സുരക്ഷാ സന്നാഹമുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴായിരുന്നു മുറിക്കുള്ളിലെ സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ജൂലൈ 31-ാം തീയതി നടന്ന സ്ഫോടനത്തിൽ ഹനിയയെ കൂടാതെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. 2017 മുതൽ ഹമാസ് ഭീകര സംഘടനയുടെ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരെങ്കിലും കൈ നീട്ടിയാൽ ആ കൈ തങ്ങൾ എടുക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ കൈകൾ ഇത്തരക്കാരെ പ്രഹരിക്കാൻ എല്ലാവിധ ശക്തിയും ഉള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു. ലെബനനിൽ ഹിസ്ബുള്ള നേതാക്കളുടെ സുപ്രധാനമായ യോഗം നടക്കുന്നതിനിടയിലാണ് നസറുള്ളയും മറ്റും ഹിസ്ബുള്ള ഉന്നതരും സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത്.
എങ്ങനെയാണ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തേണ്ടത് എന്ന് ഹസൻ നസ്രുള്ള തന്റെ അനുയായികൾക്ക് ഭൂഗർഭ അറകൾക്കകത്ത് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നില്ലാതെ എല്ലാവരും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു നസ്രുള്ളയെ വധിച്ചത്. അതിന് തൊട്ടുമുമ്പ് ലെബനനിലും സിറിയയിലും പേജറുകളും വോക്കി ടോക്കികളും ഉപയോഗിച്ച് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിക്കുകയും നിരവധി പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ യഹിയ സിൻവാറിന്റെ പിൻഗാമിയും ഗാസയിലെ പ്രധാന ചുമതലക്കാരനുമായിരുന്ന യഹിയ സിൻവാർ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമി കേട്ടോ, യഹിയ സിൻവാറിന്റെ അല്ല, ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായിരുന്ന യഹിയ സിൻവാർ. ആദ്യം കൊല്ലപ്പെട്ടത് യഹിയ സിൻവാർ ആണ് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിരുന്നില്ല. പിന്നീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ പരിശോധന നടത്തുമ്പോഴാണ് കൊല്ലപ്പെട്ടത് യഹിയ സിൻവാർ ആണ് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് ബോധ്യപ്പെട്ടത്. വാളെടുത്തവൻ വാളാൽ വരും. ചുമ്മായിരുന്ന ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് ഒടുവിൽ മാന്തി പൊളിച്ച് കഴിയുമ്പോൾ ഈജിപ്തിന്റെയും അമേരിക്കയുടെയും കാല് പിടിച്ച് വെടിനിർത്താനും യുദ്ധമില്ലാതാക്കാനും ശ്രമിക്കുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്തെ പ്രകോപിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജൂതന്മാരുടെ ജൂതപ്പക എത്രമാത്രമുണ്ട് എന്ന് നന്നായിട്ട് അനുഭവിച്ചറിയുന്ന പലസ്തീൻ ജനത എന്തിനായിരിക്കും അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിയത്? അതെ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തേ തീരൂ. നന്ദി.